തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. TV പ്രസാദ്, നിയമസഹായത്തിന്റെ ഒരു കുറവ് അവർക്ക് അവിടെ നേരിടുന്നുണ്ട് എന്നതുകൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സന്യാസ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ്? സജീവമായി മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റ് ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ പറ്റും ആ രീതിയിലൊക്കെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഇന്നലെയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. അതായത് അവിടെയുള്ള കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് അതിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇടപെടണം എന്ന ആവശ്യമാണ് ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ വിവിധ സഭകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും വിമർശനവും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഈ കന്യാസ്ത്രീക്ക് നീതി ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട് സർക്കാരിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി കത്തയച്ചു. അതിനെ തുടർന്ന് മറ്റ് സമ്മർദ്ദങ്ങളിലേക്കും സർക്കാർ കടക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, വ്യാപകമായ വിമർശനവും പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ വിവിധ സഭാ നേതാക്കൾ, വിവിധ സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ളവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നതുകൊണ്ട് തന്നെ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങാനാണ് സാധ്യത. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇതിൽ അറിയേണ്ട കാര്യം പ്രധാനമായും TV പ്രസാദ്, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അത് ചുമത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ തന്നെ അതിൽ തിരിച്ചടി നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഈ കേസ് എന്താണ് എന്നത് കൂടി മനസ്സിലാക്കി ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നതിൽ എന്തൊക്കെ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യക്കടത്തിനുള്ള വകുപ്പുകൾ പോലെയല്ല ഈ ഒരു വകുപ്പ് വരുമ്പോൾ. അതൊക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇപ്പോൾ നിയമമന്ത്രി അടക്കം പ്രതികരിക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറപ്പായും സുജയ, അത് തന്നെയാണ്. അതായത് മതപരിവർത്തന നിയമം അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ വളരെ ശ്രദ്ധയോടുകൂടി സമർപ്പിക്കേണ്ട ഒന്നാണ്. സുജയ പറഞ്ഞതുപോലെ അതിലൊരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് മുന്നോട്ടേക്കുള്ള ജാമ്യാപേക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് കൃത്യമായി അതിന്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കി ഒരു നിയമപോരാട്ടത്തിലേക്ക് നീങ്ങുക എന്നുള്ളതായിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന TV പ്രസാദും ആദിൽ പാലോടുമാണ്. നമുക്ക് ആ FIR, അതിന്റെ ഫൈനൽ FIR എങ്ങനെയാണ് എന്നതുകൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കും. കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര കുറ്റങ്ങളാണ്. ജാമ്യാപേക്ഷ നൽകുന്നതിൽ അവരിപ്പോൾ ഈ പെൺകുട്ടികൾ നൽകുന്ന മൊഴി എന്താണ് എന്നതുകൂടി മനസ്സിലാക്കി നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്.